ഞാനത് എന്റെ സ്നേഹിക്കുന്നവർ എന്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ വന്ന് പറഞ്ഞു. എനിക്കിത് ഇപ്പൊ പറയാനുള്ളൂ. എന്റെ പൊന്നു ചേട്ടാ എന്നോട് ചോദിക്കരുത്, ദയവ് ചെയ്ത് ആ വിഷയം എന്നോട് ചോദിക്കരുത്. എനിക്ക് താല്പര്യമില്ല സംസാരിക്കാൻ. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നിങ്ങളുടെ എൻ്റെ തംബ്നെയിലിൽ കൂടിയും ക്യാപ്ഷനിൽ കൂടിയും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഇന്ന് എന്താണ് സംസാരിക്കാൻ പോകുന്നത്. യെസ്, രേണു സുധി തന്നെയാണ് ഇന്നും എൻ്റെ കണ്ടന്റ്. ആക്ച്വലി ഇന്ന് ഇത് സംസാരിക്കാൻ പോകുന്നത് കുറേ അധികം ആൾക്കാർ വന്ന് പറയുന്നുണ്ട് രേണു സുധിയുടെ ഒരു കളിയാണ് ഈ ഒരു ക്യാൻസർ നാടകമാണ്, അല്ലെങ്കിൽ ഈ ഒരു ക്യാൻസർ എന്ന് പറയുന്ന ഒരു സംഭവം രേണു സുധി കൊണ്ടുവന്ന ഒരു നാടകമാണ്, അല്ലെങ്കിൽ പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു കോണ്ടൻ്റ് ആണെന്ന് കുറച്ച് ആൾക്കാരെങ്കിലും പറയുന്നുണ്ട്. സോ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ പറയുന്നു എന്നല്ല കേട്ടോ, കുറേ കമൻസിലൂടെ ഞാൻ കണ്ടു. സോ അതിനെക്കുറിച്ച് ഞാനൊന്ന് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇനി ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ആദ്യം തൊട്ടേ നമുക്ക് തുടങ്ങാം. അതായത് രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ആദ്യമേ വന്നു തുടങ്ങിയത് കുറേ നെഗറ്റീവ് കോണ്ടൻറ്റിലൂടെയായിരുന്നു. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് കോണ്ടൻറ്റ് ഉണ്ടെങ്കിലും ഭയങ്കര ലൈക്ക് ഇപ്പോൾ നമ്മൾ ഈ സബ്സ്ക്രിപ്ഷനിൽ കാണിക്കുന്ന പോലത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രിപ്ഷനിൽ രേണു സുധിക്ക് ഉണ്ടായ ഒരു നെഗറ്റിവിറ്റിയുടെ ആ ഒരു സംഭവം അല്ല, അത്രയും ഒന്നുമല്ല. എന്നാലും കുറേ നെഗറ്റീവ് കോണ്ടൻറ്റ്, അതായത് രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭാര്യ എന്ന നിലയിൽ ലൈക്ക് ഒരു പാവങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരുപാട് ആൾക്കാർ രേണു സുധിനെ സ്നേഹിച്ചതും അങ്ങനെയൊക്കെ. അപ്പോൾ രേണു സുധി ആ ഒരു വീഡിയോ ആദ്യമേ ഇട്ട് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കുറേ കോണ്ടൻറ്റുകൾ കൊണ്ടുവന്നപ്പോൾ ആർക്കും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കുറേ അധികം ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അതിലൊരു കാൽഭാഗം ആൾക്കാരെങ്കിലും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും ഈ നെഗറ്റിവിറ്റീനെ കൂടുതലായിട്ട്, അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയിലൂടെ ഫെയിമായ ഒരു വ്യക്തി എന്ന് എനിക്ക് പറയാൻ പറ്റും രേണുവിനെ. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് കണ്ടൻറ്റുകൾ കൊണ്ടുവന്ന് ഫെയിമായി. ആൻഡ് ഫൈനലി നമുക്കറിയാം കുറച്ച് നാളായിട്ട് ആ ഒരു ഫെയിം കുറച്ചൊന്ന് കുറഞ്ഞു. അതായത് വർക്കും കാര്യങ്ങളും എല്ലാം കുറഞ്ഞ് കുറച്ച് നാൾ വീട്ടിലിരിക്കുകയും ഒക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞപ്പം നമ്മുടെ സബ്സ്ക്രിപ്ഷനകത്ത് വന്ന് ഒരു വീഡിയോ അങ്ങ് ഇട്ടു, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനിൽ വന്നു, ലൈവിൽ വന്നു. അതാരോ റെക്കോർഡ് ചെയ്ത് വെളിയിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ നെഗറ്റിവിറ്റി ഭയങ്കരമായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്തു, നല്ല രീതിക്ക് സ്പ്രെഡ് ചെയ്തു. അങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം കഴിഞ്ഞപ്പോൾ ഈ ഒരു ക്യാൻസർ എന്ന് പറയുന്നൊരു സംഭവത്തെ കൊണ്ടുവന്നു. അല്ലെങ്കിൽ അപ്പോഴാണ് ഈ ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓഡിയോ ലീക്കായതും അങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ട് അതെടുത്ത് പറയുകയും ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, എന്താ പറയുക, നമ്മൾ എല്ലാവരും ചിന്തിക്കും ഒരിക്കലും ഒരു ശത്രുക്കൾക്ക് പോലും വരരുത് എന്ന് ഞാൻ സഹിതം പ്രാർത്ഥിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു അസുഖം എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം അത് ഒരാളുടെ ലൈഫ് ഫുള്ള് നശിക്കും. ആ ഒരു ഫാമിലിയിൽ വരുന്ന ഒരാൾക്ക് മാത്രമല്ല, ആ ഒരു കുടുംബത്തെ മുഴുവനും നശിപ്പിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഈ ക്യാൻസർ എന്നൊക്കെ പറയുന്നത്. സോ അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു ശത്രുക്കൾക്ക് പോലും വരരുത് എന്നുള്ളത്. സോ ദെൻ ഇത്രയും നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഫുള്ളി എന്താ പറയുക, രേണുവിൻ്റെ സൈഡിലേക്ക് വരുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഓൾസോ ഇപ്പം രേണു ഒരു ആൽബത്തിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം വന്നു. അപ്പോൾ അങ്ങനെ കുറേ ചാനൽസിന് ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇൻ്റർവ്യൂ അല്ല, ചെറിയ ഷോർട്സുകൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, അതായത് ഓൺലൈൻ മീഡിയാസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ അതിലാണ് ശരിക്കും പറഞ്ഞാൽ രേണുവിൻ്റെ കളിയാണോ, അല്ലെങ്കിൽ രേണു തന്നെയാണ് ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്നിട്ടുള്ളത്? ബിക്കോസ് ഇവരെ കോണ്ടാക്ട് ചെയ്തു എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഷഫീന ബീബി അതുലിനെ ഒക്കെ കോണ്ടാക്ട് ചെയ്തു എന്ന് പറയുന്ന ആ വ്യക്തിയുടെ നമ്പർ ഒരു ഗൾഫിൽ നിന്നാണ്. സോ നമ്മുടെ രേണു സുധിയും ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു. സോ ഗൾഫിൽ നിന്നൊരു നമ്പർ ആ കോണ്ടാക്ട് ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് എല്ലാവർക്കും ഡൗട്ട്, മനസ്സിലായോ? അതുകൊണ്ടാണ് കുറേ ആൾക്കാർക്ക് ഈ ഡൗട്ടും കാര്യങ്ങളും ഒക്കെ വരുന്നത്. രേണു തന്നെ ഇറക്കിയ അല്ലെങ്കിൽ രേണു തന്നെ അടുത്ത കോണ്ടൻറ്റ് ഇറക്കിയതാണോ? ആൻഡ് ഓൾസോ ഈ ഡൗട്ട് കൂടുതലായിട്ടും വരാനുള്ള കാരണം ഈ ഒരു അസുഖമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പം രേണു എനിക്കെന്നെ ഉണ്ട് അല്ലെ ഇല്ല എന്നൊരു ഉത്തരവല്ല പറയുന്നത്. ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ വെക്കാം. ചേച്ചിക്കെതിരെ പുതിയൊരു വിവാദമാണ് ചേച്ചിക്ക് ക്യാൻസർ ആണെന്നും അതിനെ സംബന്ധിച്ച് ഒരുപാട് ന്യൂസുകൾ, പല കമന്റുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ചേച്ചി എന്താണ് അതിനോട് പ്രതികരിക്കാനുള്ളത്? പല അലിഗേഷൻസും ഇതിനു മുന്നേ ഈ പുറത്ത് വിട്ടവരും ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. മെഡിക്കലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരെ പല അലിഗേഷൻസ് ഇതിനു മുന്നേ നിങ്ങൾക്കറിയാലോ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നെ പറ്റി.
സോ എനിക്കിതിനെപ്പറ്റി ഒന്നും അതുകൊണ്ട് പറയാനില്ല. ദയവേദി ഇപ്പൊ എനിക്ക് പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാനത് എന്റെ സ്നേഹിക്കുന്നവർ എന്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ വന്ന് പറഞ്ഞു. എനിക്കിത് ഇപ്പൊ പറയാനുള്ളൂ. രേണു ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺഫർമേഷൻ, എനിക്ക് ഈ ഒരു അസുഖമുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നൊരു കൺഫർമേഷൻ തരുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ രേണുവിന് പറയാം സ്കിപ്പ്. കാരണം കിച്ചുവിൻ്റെ കാര്യം ഇവിടെ ചോദിക്കുമ്പം രേണു ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത് ഞാൻ ഇവിടെ വെക്കാം. ഓക്കെ, അത് രേണു പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ഒരു സംഭവത്തിന് ഒരു ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു ഉത്തരം തന്നുകൂടാ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ, എൻ്റെയും കൂടെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതാണ് പലവരും പറയുന്നതിൻ്റെ കാരണം. ദിസ് ഈസ് ദ റീസൺ. എന്താണ്, രേണുവാണോ ഇങ്ങനൊരു കണ്ടന്റ് അല്ലെ ഇങ്ങനൊരു വ്യക്തിനെ ഇറക്കുമതി ചെയ്തത് രേണുവാണോ? കാരണം രേണു പലവർക്കും എതിരെ കേസിന് പോയിട്ടുണ്ട്. അതുല് അല്ലെങ്കിൽ രേണുവിനെ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് കേസിനും കാര്യങ്ങൾക്കും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഹനാൻ്റെ സംഭവം വന്നപ്പോഴും കേസിന് പോയിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിനും ഇപ്പോൾ കേസിന് പോകുന്നില്ല. വളരെ ഭയങ്കര ഒരു രീതിയിൽ പൊട്ടിത്തെറിക്കുന്നില്ല. ഇതൊക്കെയാണ് ആൾക്കാരെ ഇങ്ങനെ ഇടാനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു അസുഖം അല്ലെങ്കിൽ ക്യാൻസർ പോലെ ഒരു അസുഖം എന്ന് പറയുന്നത് ചെറുതല്ല. ഒരു മനുഷ്യനെ, ആ മനുഷ്യൻ്റെ കുടുംബത്തെ തന്നെ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. സോ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് നമുക്കിപ്പം ഒരു സംഭവം ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളത് ക്യാൻസർ ഉണ്ട് എന്ന് പറയാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. ലൈക്ക് നമ്മളങ്ങനെ പറയാൻ പാടില്ല. ലൈക്ക് എൻ്റെ ഒരു വിശ്വാസമായിരിക്കാം, ചിലവർക്കൊക്കെ അത് മനസ്സിലാവും. ഞാനിപ്പോൾ പറയുമ്പം മനസ്സിലാവുമായിരിക്കും. എനിക്കതുണ്ടെന്ന് പറയാനായിട്ട് തന്നെ എൻ്റെ നാവ് പൊങ്ങത്തില്ല. അല്ലെങ്കിൽ എനിക്കത് എക്സെപ്റ്റ് പോലും എനിക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര എന്തോ ഒരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് അറിയില്ലല്ലോ നാളെ നമുക്ക് എന്താ വരാൻ പോകുന്നതെന്ന്. അങ്ങനെ നമ്മൾ പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ കേട്ടില്ലല്ലേ, നാക്കിൽ ഗുളികൻ ഇരിക്കുന്നു. നമ്മളിപ്പം ഒരു സംഭവം ഏതെങ്കിലും ഒരു സമയത്ത് പറയുമ്പോൾ തലാസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുമെന്ന് പറയുന്ന പോലെ ആക്ച്വലി ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഗൈസ്. എനിക്ക് വിശ്വാസമുണ്ട്. അപ്പം ഞാനിവിടെ ഹിന്ദു മതത്തിൻ്റെ സംഭവം കൊണ്ടുവരുവാന്നൊന്നും വിചാരിക്കരുത്, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ആക്ച്വലി ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ പലവരും അങ്ങനെ ഉണ്ടായിരിക്കും. സോ അപ്പം അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ പറഞ്ഞ് നമുക്കത് ഉണ്ടാവും. അതായത് പുലി വരുന്നതെന്ന് പറഞ്ഞിട്ട് പുലി വരുന്നു എന്ന് അല്ലെങ്കിൽ പുലി വരുന്നു, ശരി അതിവിടെ കണക്റ്റ് ആവില്ല. ഓക്കെ, എന്തായാലും ഗൈസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞ് ആ ഒരു സംഭവം ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ അതിനെ ഒരു കണ്ടന്റ് ആക്കരുത്. സോ അസുഖം അതൊക്കെ പറയുമ്പം നമ്മൾ ഇന്ന് 2 കൈയും 2 കാലും ഒക്കെ ആയിട്ട് ഒരു അസുഖവും ഇല്ലാതെ അല്ലെങ്കിൽ പനി പോലും ഇല്ലാതെ നാളെ രാവിലെ എണീക്കുമ്പോൾ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമുക്ക് നാളെ ദൈവം എന്താ തരാൻ പോകുന്നത് എന്ന് നമുക്കറിയത്തില്ല. സോ അതുകൊണ്ട് നമ്മൾ അഹങ്കാരം കാണിക്കാതിരിക്കുക, അത്രയും എനിക്ക് പറയാനുള്ളൂ. സോ ഹെൽത്തി ആയിട്ടിരിക്കട്ടെ, രേണുവിന് അങ്ങനെ ഒരു അസുഖവും ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ രേണുവിന് മാത്രമല്ല ആർക്കും ഈ ഒരു അസുഖം ഉണ്ടാവല്ലേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. സോ അതുകൊണ്ട് ഇതൊരു കണ്ടന്റ് ആക്കരുത്. പിന്നെ രേണുവിന് തോന്നുന്നുണ്ടായിരിക്കാം ഇതിപ്പം ഉണ്ടേ ഇല്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ എനിക്കതൊരു കണ്ടന്റ് ആക്കി ഇങ്ങനെ കൊണ്ടുപോകാം. മേ ബി ഇപ്പം വേറൊരാൾ വന്ന് പറഞ്ഞു, പക്ഷേ ഇതൊരു കൺഫർമേഷൻ കൊടുത്തില്ലെങ്കിലും ഇതിന് ഭയങ്കരമായിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വരും. എനിക്ക് നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർ വേണമെങ്കിൽ അവരും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊള്ളും എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ രേണു വേണേൽ ചിന്തിക്കാം. അതും അല്ലെങ്കിൽ ഇതിനെ തൊട്ടും തൊടാതെ പോയാൽ, ഇനി എനിക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെഗറ്റീവായിട്ട് പറയുന്നവരെ ആരും നെഗറ്റീവായിട്ട് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് കണ്ണിച്ചോര ഇല്ലാത്തവരല്ല നമ്മൾ മലയാളികൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇവരെല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്ത് തന്നെ പോകും. ഇനി എനിക്ക് ഉണ്ട് ഇനി എനിക്കില്ല, ഈ അസുഖം ഇല്ല എന്ന് പറയുമ്പം മേ ബി ആ പെൺകുട്ടീൻ്റെ ഇതിലേ പോകത്തുള്ളൂ. അല്ലെങ്കിൽ രേണു അങ്ങനെ ഒരു കോണ്ടന്റ് ഉണ്ടാക്കുവാണെങ്കിൽ ഇല്ല എന്ന് പറയത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് മേ ബി കുറേ ആൾക്കാരൊക്കെ നെഗറ്റീവായിട്ട് ഇനിയിപ്പോൾ ഈ കണ്ടന്റ് രേണു കൊണ്ടുവന്നതായിരിക്കും എന്നൊക്കെ കുറേ ആൾക്കാർ വിശ്വസിച്ച് അതും കൂടെ നെഗറ്റീവ് ആകാൻ വേണ്ടി ഒരു ചാൻസസ് ഉണ്ട്, ആ ഒരു ചാൻസ് ഉണ്ട്. ഇനി ഇതൊന്നുമല്ല, പറയാൻ താല്പര്യമില്ലെങ്കിൽ എനിക്ക് പറയാൻ താല്പര്യമില്ല, എനിക്ക് ചില അസുഖങ്ങളോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ കാണും, അതിൻ്റെ കാര്യം നിങ്ങൾ നോക്കണ്ട. ഞാൻ സ്ക്രീനിൻ്റെ മുന്നിൽ വന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. ഈ കാര്യത്തിൽ എനിക്ക് ഉത്തരം പറയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്തുവിടാം.
ഈ 3 ഉത്തരങ്ങളുള്ളപ്പോൾ അവിടെയും തൊട്ടില്ല ഇവിടെയും തൊട്ടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ച് പോകുന്നത് ശരിക്കും നോട്ട് ഗുഡ്. പിന്നെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് അവരുടെ ഫാമിലിയിലൊക്കെ ഇങ്ങനെ അസുഖമുള്ള ആൾക്കാരുണ്ട്, അവർക്കൊന്നും ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ല. സോ അതൊക്കെയാണ് രേണുവിനെ സംശയിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. സോ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇതിനെ ഒരിക്കലും കണ്ടൻ്റ് ആക്കരുത്. നിങ്ങൾക്ക് പല കണ്ടൻറ്റ് കൊണ്ടുവരാം, നിങ്ങൾക്ക് എന്തും കണ്ടൻറ്റ് കൊണ്ടുവരാം, ഇതൊഴിച്ച് ബാക്കി എന്തും കൊണ്ടുവരാം. സോ എന്തായാലും ഇപ്പം നിങ്ങൾ അറിയപ്പെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ റീച്ചുള്ള ആളാണ്, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 1-2 ആൽബങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അത്രയ്ക്ക് വർക്കില്ലാത്ത ആളൊന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങാം. യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങളുടെ ഡെയിലിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം. അല്ലെങ്കിൽ എന്തൊക്കെ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇപ്പം കിച്ചു ബിസിനസ് തുടങ്ങി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്തു പോകാം. പക്ഷേ ഈ ഒരു കാര്യത്തെ നിങ്ങൾ ഒരിക്കലും കണ്ടൻ്റ് ആക്കരുത്. ഇറ്റ്സ് മൈ ഹമ്പിൾ ആയിട്ടുള്ള എൻ്റെ ഒരു റിക്വസ്റ്റാണ്. സോ വേറെ കുറച്ച് വീഡിയോസും കൂടെ കാണിക്കാം. ഇനിയിപ്പോൾ എനിക്ക് ക്യാൻസർ ആയാലും അല്ലേലും ഇവരുടെ ആരുടെ ഈ നെഗറ്റീവ് പറഞ്ഞു നടക്കുന്ന ആരുടെ സഹായം എനിക്ക് വേണ്ട. ഈ ക്യാൻസർ ആണെന്നുള്ള ന്യൂസ് ഇങ്ങനെ പെട്ടെന്ന് സ്പ്രെഡ് ആകാൻ എന്തായിരിക്കും ഒരു കാരണം? ഞാൻ പറയട്ടെ, എന്തുകൊണ്ടും എൻ്റെ പുറകെ നടക്കുന്ന, ഞാൻ അവരുടെ പേര് പറയുന്നത് എനിക്ക് മടുത്ത്. കാരണം അവരെ കൊണ്ട് എനിക്ക് മടുത്തെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എനിക്ക് ക്യാൻസർ ആയാലും അല്ലേലും ഇവരുടെ ആരുടെ ഈ നെഗറ്റീവ് പറഞ്ഞു നടക്കുന്ന ആരുടെ സഹായം എനിക്ക് വേണ്ട. ഞാൻ ചത്തുപോയാൽ അങ്ങ് പോട്ടെ എന്ന് വെക്കും. ഈ നെഗറ്റീവ് പറഞ്ഞ് നടക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരു പറ്റ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, എന്നും ഉണ്ടാവും. അവരുടെ പ്രാർത്ഥനയും അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ആശ്വാസം മതി എനിക്ക്. അല്ലാതെ ഉണ്ടേലും ഇല്ലേലും ഈ നെഗറ്റീവ് പറയുന്ന ഉരുത്തുകളുടെ ഒന്നും എനിക്ക് വേണ്ട. ഇതേ സംഭവം തന്നെയാണ് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ശത്രുക്കളും പോലും ഇത് വരരുത്. പക്ഷെ എന്തുകൊണ്ട് ഇത് ഇത്രയും സോഷ്യലി ഇത്രയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്, എന്തുകൊണ്ട് ഇവർക്ക് കൺഫേം ചെയ്തുകൂടാ എന്നാണ് ഞാൻ പറയുന്നത്. ഏതെങ്കിലും ഈ 3 ഉത്തരം മതി. എനിക്കൊന്നും പറയാൻ താല്പര്യമില്ല, എനിക്കുണ്ട്, ഇല്ല. ഈ ഒരു 3 ഉത്തരവുണ്ട്. ഇത് വെച്ചാൽ ഇവിടെ തീർന്നു. ഇതൊരു കണ്ടൻ്റ് ആക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കിച്ചുവിൻ്റെ കാര്യങ്ങൾ ചോദിക്കുമ്പം എനിക്ക് പറയാൻ താല്പര്യമില്ല, ഇങ്ങനെ കൈ കൂപ്പി കാണിക്കുന്നുണ്ട്. എൻ്റെ പൊന്ന് ചേട്ടാ എന്നോട് ചോദിക്കരുത്, ദയവ് ചെയ്ത് ആവശ്യം എന്നോട് ചോദിക്കരുത്. എനിക്ക് താല്പര്യമില്ല സംസാരിക്കാൻ. ഇങ്ങനെ പറയാലോ, ഇങ്ങനെ പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് വിടാലോ ഇവരുടെ ആ കാര്യം. ആൻഡ് ഓൾസോ ലക്ഷ്മി നക്ഷത്ര പോലെയുള്ളവർ എല്ലാവരും ഇങ്ങനെ അറിഞ്ഞപ്പോൾ അങ്ങനെയാണോ ദൈവമേ, അങ്ങനെ ആവല്ലേ, ആ ഒരു രീതിയിലാണ് ലക്ഷ്മി നക്ഷത്ര പറയുന്നൊരു വീഡിയോ ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ക്യാൻസർ എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ ഒരു ഷൂട്ടിൻ്റെ ഇടയിലായിരുന്നു. ഞാൻ റൂമിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഓൺലൈനിൽ മൊത്തം അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ രേണുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നോട്ട് റീച്ചബിൾ ആണ് കിട്ടിയിട്ടുള്ളത്. രേണുവിന് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇപ്പം ഫോൺ എൻ്റെ കയ്യിലില്ല. ഫോണല്ലേ ഒന്ന് എടുത്തു തരും. അപ്പോൾ റിപ്ലൈ എന്തായാലും വരും. ഞാനും ആക്ച്വലി ഭയങ്കരമായിട്ട് ഓൺലൈനിൽ കണ്ടപ്പോൾ ഒന്ന് പാനിക്കായി. ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ചിലപ്പം സോഷ്യൽ മീഡിയ ഓരോന്ന് പറയുന്നതായിരിക്കും. പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് രേണുവിൻ്റെ റിപ്ലൈ വരട്ടെ. ഇപ്പം കഴിഞ്ഞൊരു 3 മണിക്കൂറായിട്ട് ഇനോഗ്രേഷൻ റിലേറ്റഡ് ആയിട്ട് ഞാൻ ഫോൺ നോക്കിയിട്ടില്ല, ഫോൺ അവിടെ വെച്ചിരിക്കുക. അങ്ങനെ കേട്ടോ, അറിയില്ല. പിന്നെ പലർക്കും പലതും പറയാലോ. സത്യം അവരും ഇപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ്. സോ ഇറ്റ്സ് മൈ ഹമ്പിൾ റിക്വസ്റ്റ്, ഇതൊരു കണ്ടൻ്റ് ആക്കല്ലേ, അത് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് വേറൊരു വീഡിയോ ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ട് കേട്ടോ ഗൈസ്. കാരണം കിച്ചുവിനെ കുറിച്ച് രേണുവിനോട് ചോദിച്ചപ്പോൾ രേണു സ്കിപ്പ് ചെയ്ത് വിട്ടു. ബട്ട് ഭയങ്കര ഹാർട്ടിൽ നിന്ന് സംസാരിച്ചൊരു ഫീലിങ്സ് എനിക്ക് തോന്നി. അതായത് നമ്മുടെ വേറെ ആരുമല്ല, ലക്ഷ്മി നക്ഷത്ര ഭയങ്കര ഹാപ്പി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കിച്ചുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ വീഡിയോയും കൂടെ കണ്ടിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഭയങ്കര സന്തോഷം തോന്നി. അവന് ഇൻഡിപെൻഡൻ്റ് ആവട്ടെ. അവനിപ്പോൾ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കണ്ടു. ഭയങ്കര സന്തോഷം. ടീഷർട്ട്സും ഒക്കെ ആയിട്ട് അവൻ കയറി വരട്ടെ. അവനിപ്പം റാപ്പ് സോങ്സും കാര്യങ്ങളും പാടുന്നു, വൈറലാവുന്നു, മോഡലിംഗ് ഷൂട്ട്സ് ചെയ്യുന്നു. ഓണത്തിന് അവൻ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടിരുന്നു. ഇപ്പോൾ ഇത് ഇനോഗ്രേഷൻ ചെയ്യുന്നു. അതൊരു തുടക്കം മാത്രമാവട്ടെ. ഒരുപാട് ഇനോഗ്രേഷൻസ് അവൻ്റെ അമ്മയും ചെയ്യുന്നില്ലേ, അവനും ചെയ്യട്ടെ. അടിപൊളിയാവട്ടെ. എന്താണ് അച്ഛൻ്റെ ഉറപ്പായിട്ടുണ്ടാവും. കണ്ടപ്പോൾ ഒരുപാട് ഹാപ്പി ആയി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വെച്ചത്. കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ മുന്നിൽ പറയൂ. എന്നിട്ട് ഈ ഒരു സംഭവം ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇതിനെ ദയവ് ചെയ്ത് ഒരു അലിഗേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി ആയിട്ടോ ഒന്നും ആയിട്ട് എടുക്കരുത്. ബിക്കോസ് ഇതൊരു എന്താ പറയുക,
നമുക്കൊക്കെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സോ അതിനെ വെച്ചിട്ട് കളിക്കണ്ട, അല്ലെങ്കിൽ അതിനെ നിങ്ങളൊരു കണ്ടന്റ് ആക്കരുത്. സോ ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. സോ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. സോ ടിൽ ദെൻ സ്റ്റേ ട്യൂൺ. ബൈ.